പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിലിരിക്കുകയാണ്. സംഖ്യാപുസ്തകം സംഖ്യാപുസ്തകം വേദപുസ്തകത്തിലെ 4ാമത്തെ പുസ്തകമാണ്. ഈ പുസ്തകം വളരെ അനുഗ്രഹീതമായ പുസ്തകമാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ജനത്തിന്റെ വീഴ്ചകളൊക്കെ വളരെ വ്യക്തമായി തന്നെ എടുത്തു പറയുന്ന ഒരു പുസ്തകമാണ് സംഖ്യാപുസ്തകം. സംഖ്യാപുസ്തകത്തിന് 36 അധ്യായങ്ങളാണുള്ളത്. 36 അധ്യായങ്ങൾ, 1288 വാക്യങ്ങളുമുണ്ട്. സംഖ്യാപുസ്തകം 36 അധ്യായങ്ങള്, 1288 വാക്യങ്ങൾ. ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളാണ്, ചില ആഴ്ചകൾ പഠിക്കുവാൻ വേണ്ടിയുള്ളത്. സംഖ്യാപുസ്തകം ആദ്യം തന്നെ നമ്മുടെ ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് സംഖ്യാപുസ്തകം. ആ തലക്കെട്ട് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ സംഖ്യാപുസ്തകത്തിൽ 2 പ്രാവശ്യം ജനസംഖ്യ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 2 പ്രാവശ്യം. അത് 1-ാമത്തെ അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും 2 പ്രാവശ്യം ഇസ്രായേൽ ജനങ്ങളെ എണ്ണുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സംഖ്യാപുസ്തകം എന്ന ഒരു തലക്കെട്ട് കൊടുക്കുവാൻ ഇടയായിത്തീർന്നത്. അതുപോലെ പക്ഷെങ്കിൽ മോശ കൊടുത്തൊരു തലക്കെട്ടാണ്. ഈ എബ്രായ ഭാഷയിൽ നിന്ന് വേദപുസ്തകം യവനായ ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തു. തർജ്ജിമക്കാർ കൊടുത്തായ ഒരു പേരാണ് സംഖ്യാപുസ്തകം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിന് 2 പ്രാവശ്യം ഇസ്രായേൽ ജനത്തെ എണ്ണുന്നുണ്ട്, ജനസംഖ്യ എടുക്കുന്നുണ്ട്. ആ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് അല്ലെങ്കിൽ പുസ്തകത്തിന്റെ നാമം സംഖ്യാപുസ്തകം എന്ന് പറയുവാനിടയായിരിക്കുന്നത്. എന്നാൽ മോശ കൊടുത്തിരിക്കുന്നതായ തലക്കെട്ട് അതല്ല. അത് നമ്മൾ സംഖ്യാപുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാധാനം ഉണ്ടാക്കിയിട്ട് മോശയോട് അരുളി ചെയ്തത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ ഇസ്രായേൽ ദേശത്ത് പുറപ്പെട്ടത് 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ. അവിടെ നമുക്ക് കാണണം സീനായി മരുഭൂമിയിൽ, ഇൻ ദ വിൽഡർനെസ് എന്നൊരു വാക്കുണ്ട്. മരുഭൂമിയിൽ, സീനായി മരുഭൂമിയിൽ എന്നായ ഒരു തലക്കെട്ടാണ് മോശ കൊടുത്തിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ സീനായിലും ഇസ്രായേലിൽ യാത്ര ചെയ്ത മരുഭൂമിയിലും നടന്നതായ ചില സംഭവങ്ങളെ കുറിച്ചാണ് ഈ സംഖ്യാപുസ്തകത്തില് വിവരിച്ചു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് വിവർത്തനം ചെയ്തവര് എബ്രായ ഭാഷയിൽ യവനായ ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലേക്ക് കൊണ്ടുവന്നപ്പോൾ 2 പ്രധാന കാര്യങ്ങളുള്ളതിനാൽ അവർ സംഖ്യാപുസ്തകം എന്ന് വിളിച്ചിരിക്കുന്നു. എന്നാൽ മോശ ഈ പുസ്തകത്തിന് ഒരു പേര് കൊടുത്തായിരുന്നെങ്കിൽ അതിൽ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട് മരുഭൂമിയിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ എന്നൊരു നാമമാണ് കൊടുത്തിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമി. ആ മരുഭൂമി എന്നൊരു വാക്ക് ആണ് മോശ കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട്. മരുഭൂമിയിൽ എന്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. മരുഭൂമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയും ഇസ്രായേൽ ജനത്തിന്റെ അവിശ്വസ്തതയും. മരുഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വിശ്വസ്തതയും ഇസ്രായേൽ ജനത്തിന്റെ അവിശ്വസ്തതയും. അതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. 2 തിമോഥെയോസ് അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു 13-ാമത്തെ വാക്യത്തില് നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിരുന്നാൽ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിലും ഇന്നും നമ്മൾ ക്ലാസ്സിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സംഖ്യാപുസ്തകം 36 അധ്യായങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിന് 1288 വാക്യങ്ങളുണ്ട്. ഇതിന് പല ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ ആദ്യത്തെ ഭാഗം 1-ാമത്തെ അധ്യായം 1 മുതൽ 10-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വരെയാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം. 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വരെ.
ഈ വാക്യങ്ങളിലേക്ക് 1 മുതൽ 10 വരെ നോക്കുമ്പോൾ അവരെവിടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തില് ഇസ്രായേലിന്റെ യാത്രയിൽ പുറപ്പെട്ട് 3-ാം മാസം അതേ തീയതി അവർ സീനായി മരുഭൂമിയിലെത്തി. സീനായി കഴിഞ്ഞ ഏകദേശം 1 വർഷം ആ ഇസ്രായേൽ ജനം പാർത്തു. പുറപ്പാടിന്റെ 19-1 മുതൽ സംഖ്യാപുസ്തകം അതിന്റെ 10-ാമത്തെ വാക്യം വരെ അവരെല്ലാം പാർക്കുന്നത് സീനായിലാണ്. സീനായി മലയുടെ താഴ്വരയിൽ. അവിടെ അവര് ഏകദേശം 1 വർഷം, കുറഞ്ഞത് 11 മാസമെങ്കിലും അവർ സീനായി പാർത്തു. ആ സമയത്താണ് ദൈവത്തിന്റെ പഠിപ്പിക്കലുകൾ അവർക്ക് ലഭിച്ചത്. ന്യായപ്രമാണ പുസ്തകത്തിലെ പ്രധാന പഠിപ്പിക്കലുകൾ മുഴുവനും ഇസ്രായേൽ ജനത്തിന് ലഭിച്ചത് അവർ സീനായി മലയുടെ താഴ്വരയിൽ പാർക്കുന്ന സമയത്താണ്. ആദ്യത്തെ 1 വർഷം എന്താണ്? അവരെ ദൈവം പഠിപ്പിച്ചു. ദൈവത്തിന്റെ വചനം, ചട്ടങ്ങളെ, നിയമങ്ങളൊക്കെയും പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പഠിച്ചത് ലേവ്യ പുസ്തകത്തിൽ നിന്നാണ്. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുക. ഇതെല്ലാം ഇസ്രായേൽ ജനം സീനായി മലയുടെ താഴ്വരയിലായിരുന്ന സമയത്ത് ഏകദേശം 1 വർഷം, ഞാൻ 11 മാസത്തിലധികം അവരവിടെ ആയിരുന്ന സമയത്താണ് ദൈവം ഇവരെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഇവർ പഠിച്ച കാര്യങ്ങൾ അവരെ ജീവിതത്തിൽ കൊണ്ടുവന്നോ ഇല്ലയോ എന്നാണ് തുടർന്നുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മള് ലേവ്യ പുസ്തകത്തില് അതിന്റെ ആരംഭത്തിൽ ഇങ്ങനെ വായിക്കുവാൻ ഇടയായിത്തീർന്നു. അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിന്റെ 40-ാം അധ്യായത്തില് 2-ാം മാസം 1-ാം തീയതി 1-ാം മാസം 1-ാം തീയതി അല്ലെ 2-ാം വർഷം 1-ാം മാസം 1-ാം തീയതി, ഒന്നുകൂടെ ഞാൻ എടുത്തു പറയണം. 2-ാം വർഷം 1-ാം മാസം 1-ാം തീയതി. പുറപ്പാട് പുസ്തകം 40-1 വായിച്ചാൽ ഇങ്ങനെ പറയും, 2-ാം വർഷം 1-ാം മാസം 1-ാം തീയതി സമാഗമന കൂടാരത്തിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു. അതിന്റെ 17-ാമത്തെ വാക്യത്തില് ആ ദിവസം തന്നെ സമാഗമന കൂടാരത്തിൽ ഒന്നുകൂടെ പറയുകയാണ്, 2-ാം വർഷം 1-ാം മാസം 1-ാം തീയതി സമാഗമന കൂടാരത്തിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു. അതിനുശേഷം അത് ദൈവിക ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം സമാഗമന കൂടാരത്തെ പൊതിഞ്ഞു. അതാണ് ലേവ്യ പുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലം. എന്നാൽ സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 മാസം കഴിഞ്ഞു. 1 മാസം അന്ന് വായിച്ചാട്ടെ സംഖ്യാപുസ്തകം 1-ാമത്തെ വാക്യം. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി. മനസ്സിലായ സമാഗമന കൂടാരവും അതിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് അതും ദൈവിക ആരാധനയ്ക്ക് വേണ്ടി തുറന്നു. അത് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ആ സമയത്താണ് സംഖ്യാപുസ്തകം എഴുതുവാൻ വേണ്ടി തുടങ്ങുന്നത്. സംഖ്യാപുസ്തകം എഴുതാൻ വേണ്ടി തുടങ്ങുന്നത് 2-ാം വർഷം 2-ാം മാസം 1-ാം തീയതിയാണ്. എന്നിട്ട് നമ്മുടെ ഇതിന്റെ 36-ാമത്തെ അധ്യായത്തിലേക്ക് തിരിച്ചാണ്. 36-ാമത്തെ അധ്യായത്തില് അതാണ് 36-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം 12-13 വാക്യങ്ങളിൽ കാണുന്നു. ഇവർ ആ സീനായിൽ നിന്ന് അവർ യാത്ര പുറപ്പെട്ടു. അനേക മൈലുകൾ യാത്ര പുറപ്പെട്ട് അവരിപ്പോൾ എവിടെ വന്നേക്ക് കാണുന്നില്ല, യോർദാൻ നദിയുടെ സമീപത്ത് വന്നിരിക്കുകയാണ്. യെരിഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച കൽപ്പനകളും വിധികളും ഇവ തന്നെ. ഇവരിപ്പോൾ എവിടാണ്? ഈ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ അവർ കനാനോട് ഏറ്റവും അടുത്ത് വന്നിരിക്കുകയാണ്. കനാനോട് ഏറ്റവും അടുത്ത്. ഈ പുസ്തകം ആരംഭിക്കുമ്പോഴോ അവരെ സീനായിലാണ്. 2-ാം വർഷമേ ആയിട്ടുള്ളൂ, 2-ാം മാസമേ ആയിട്ടുള്ളൂ, 1-ാം തീയതി. എന്നാൽ ഈ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ 40-ാം വർഷമാണ്. 40-ാം വർഷമാണ്. അങ്ങനെയെങ്കിൽ ഈ പുസ്തകം സംഖ്യാപുസ്തകം ഏകദേശം 38-39 വർഷത്തെ ഇസ്രായേലിന്റെ ചരിത്രം പറയുന്ന ഒരു പുസ്തകമാണ് ഈ സംഖ്യാപുസ്തകം. അതാണ് അതിന്റെ ചരിത്രം കൂടെ നമ്മൾ മനസ്സിലാക്കണം. 2-ാം വർഷം
2-ാം മാസം 1-ാം തീയതി ആണ് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സംഖ്യാപുസ്തകം 1-ാമത്തെ. അങ്ങനെയെങ്കിൽ 36-ാമത്തെ അധ്യായത്തിന്റെ 12 വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുമ്പോൾ കാണുകയാണ് ഇസ്രായേൽ ജനം മരുഭൂ യാത്രയൊക്കെ ഏകദേശം കഴിയുന്ന രീതിയിലേക്ക് അവർ വരികയാണ്. യോർദാൻ അക്കരെ വരെ വന്നേക്കുകയാണ്. യോർദാൻ അരികെ വരെ, യെരിഹോവിന് അരികെ വരെ അവർ വന്നേക്കുകയാണ്. അവരെ മരുഭൂ യാത്രയ്ക്ക് അധിക ദിവസങ്ങൾ കൂടെ ഇല്ല. അതിനുള്ളിൽ ആ മരുഭൂ യാത്ര അവരെ മരുഭൂ യാത്ര തീരും. അത്രമാത്രം ഏകദേശം 38-ലധികം വർഷത്തെ മരുഭൂ യാത്രയെ കുറിച്ചുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള പുസ്തകമാണ് സംഖ്യാപുസ്തകം. ഏകദേശം 38-ലധികം വർഷം ഇസ്രായേൽ മരുഭൂമിയിൽ കൂടെ കടന്നു പോകുന്നതായ മരുഭൂ യാത്രയുടെ ചരിത്രം പറയുന്ന ഒരു വിലപ്പെട്ട പുസ്തകമാണ് സംഖ്യാപുസ്തകം. ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇസ്രായേൽ ജനം പലപ്പോഴും എന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോയി. ദൈവം എന്ത് ചെയ്തില്ല? പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് ആകമാനം കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയും ഇസ്രായേൽ ജനത്തിന്റെ അവിശ്വസ്തതയും. ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമായിട്ട് നമ്മുടെ ആദ്യ ഭാഗത്തിലേക്ക് കടന്നു പോവുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വരെ ഇസ്രായേൽ ജനം സീനായി മലയുടെ താഴ്വരയിൽ ആയിരിക്കുകയാണ്. എന്തുവാണ് അവർ ചെയ്യുന്നതെന്നറിയാമോ? അവർക്ക് ഇനി യാത്ര ചെയ്യണം. പുതിയൊരു യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ ജനം മരുഭൂമിയിലെ യാത്രയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഒരുങ്ങുകയാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയാണ്. അത് ഇപ്പോൾ 2-ാം വർഷം 2-ാം മാസം 1-ാം തീയതി. എന്നാൽ ഇനി 10-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. 10-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മേഘം സാക്ഷി നിവാസത്തിൽ നിന്ന് പൊങ്ങി. അപ്പോൾ ഇസ്രായേൽ മക്കൾ സീനായി മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇവിടെ പറയുകയാണ് 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി മേഘം സമാഗമന കൂടാരത്തിൽ നിന്ന് പൊങ്ങി. അപ്പോൾ ഇസ്രായേൽ ജനം സീനായിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. അതുവരെയും ഇവരെവിടെയാണ് പാർക്കുന്നത്? സീനായിയുടെ താഴ്വരയിലാണ്. എന്തിനു വേണ്ടിയാണ് സീനായിയുടെ താഴ്വരയിൽ പാർക്കുന്നത്? അതിന് വലിയ ഉദ്ദേശമുണ്ട്. അവരെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, ദൈവത്തിന്റെ സംരക്ഷണത്തിനുള്ളില് അവരെ കൊണ്ടുവരിക. മോശയും അഹരോനും ഫറവോനോട് പറഞ്ഞത് എന്താണ്? എന്റെ ജനത്തെ വിടുവാൻ യഹോവ അരുളി ചെയ്യുന്നു. അവർ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കട്ടെ. എന്റെ ജനത്തെ വിടുവിൻ, അവർ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കട്ടെ എന്നുള്ള വലിയൊരു ആഹ്വാനത്തോടു കൂടിയാണ് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുവാൻ ഇടയായിട്ടുണ്ട്. മരുഭൂമിയിൽ കൊണ്ടുവന്നത് ദൈവം അവർക്ക് ചട്ടങ്ങളും നിയമങ്ങളും കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് സത്യത്തിലുള്ള ആരാധന, ദൈവത്തിന്റെ ഇഷ്ടമുള്ള ആരാധന, ദൈവം സ്വീകരിക്കുന്ന ദൈവത്തിന് സ്വീകാര്യമായ ആരാധന എങ്ങനെയെന്ന് ഇസ്രായേലിനെ പഠിപ്പിക്കുകയായിരുന്നു സീനായിൽ വെച്ച്. ആദ്യ ഭാഗത്തിലേക്ക് 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യണം? മരുഭൂമി യാത്രയ്ക്ക് വേണ്ടി ഒരുക്കണം. ഇസ്രായേൽ ജനത്തെ മരുഭൂമി യാത്രയ്ക്ക് വേണ്ടി ഒരുക്കണം. നമ്മൾ ഒരു ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടി വലിയ തയ്യാറെടുപ്പുകൾ നടത്തും. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ അടിമ വീടായിരിക്കുന്ന മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്നു. ഇപ്പോൾ മരുഭൂമിയിലാണ് അവർ കടക്കുവാൻ പോകുന്നത്. എങ്ങോട്ടാണ്? വാഗ്ദത്ത നാട്ടിലേക്ക്. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്തേക്ക് അവർ കടക്കുവാൻ പോവുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തെ കുറിച്ചാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളിൽ അവർക്ക് ഒരുക്കം ആവശ്യമാണ്? 1-ാമത്തെ അധ്യായം
ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 3-4 വാക്യങ്ങളിൽ ഇവിടെ പറയുകയാണ്, ദൈവം മോശയോടും അഹരോനോടും പറയുകയാണ്, ഇസ്രായേൽ ജനത്തെ ഒന്ന് എണ്ണുവീൻ. അവരെ ഒന്ന് എണ്ണുവാൻ, അവരുടെ ജനസംഖ്യ ഒന്ന് എടുക്കുവാൻ ദൈവം മോശയോടും അഹരോനോടും ആവശ്യപ്പെടുന്നു. അതെന്തിനു വേണ്ടിയാണ്? ഇവിടെ പറയുന്നുണ്ട്, വെറുതെ അല്ല കേട്ടോ, ഇവിടെ ഒരു നിയമം പറയുന്നുണ്ട്. 20 വയസ്സിന് മേലുള്ള ഇവിടെ പറയാണ് 20 വയസ്സിന് മേലോട്ട് പ്രായമുള്ള പുരുഷന്മാരെ, അല്ലെങ്കിൽ പുരുഷന്മാരെ യുദ്ധത്തിന് പുറപ്പെടുവാൻ കഴിവുള്ള, യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള പുരുഷന്മാരെ എണ്ണുവാൻ അവിടെ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനകത്ത് ആരെല്ലാം ഒഴിവാക്കിയെന്നോട് നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ 20 വയസ്സിന് താഴോട്ടുള്ളവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി. 2 സ്ത്രീകളെ ഇതിൽ നിന്ന് ഒഴിവാക്കി. 3 ലേവ്യരെ ഇതിൽ നിന്ന് ഒഴിവാക്കി. 3 തരത്തിലുള്ള ആൾക്കാരെ ഈ ഗണത്തിൽ നിന്ന് ഒഴിവാക്കി. അതിനുശേഷമായിട്ട് മോശയോടും അഹരോനോടും ദൈവം പറയാണ്, എല്ലാ പുരുഷന്മാരെ 20 വയസ്സിന് മേലോട്ടുള്ള യുദ്ധം ചെയ്യുവാൻ പ്രാപ്തിയുള്ള കുഞ്ഞുങ്ങളല്ലാത്ത, സ്ത്രീകളല്ലാത്ത, ലേവ്യരല്ലാത്തവരെ എണ്ണുവീൻ എന്ന് പറഞ്ഞു. ആ ഒരു കർത്തവ്യം അവർ ചെയ്തു കേട്ടോ. ഏറ്റവും അവസാനം എത്ര ഒരു സംഖ്യ കിട്ടുന്നറിയാമോ? 1:46 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1-ാമത്തെ അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മോശ അവരെ എണ്ണി, അവരുടെ ആകെ സംഖ്യ 6,3550 പേര്. എത്ര പേരാണ്? 6,3550 പേര്. അതുവരെ ആരാണ്? നമ്മൾ സാധാരണ പറയാം മിസ്രൈമിൽ നിന്ന് 6 ലക്ഷം പേര് പോകുന്നെന്ന്. അങ്ങനല്ല കേട്ടോ, അതിലൊരു തിരുത്തലുണ്ട്. ഇസ്രായേലിൽ നിന്ന് 6 ലക്ഷം പേരല്ല പോന്നേക്കുന്നത്. 20 വയസ്സിന് മേൽ പ്രായമുള്ള യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന ആൾക്കാർ തന്നെ എത്ര ഉണ്ട്? 6,3550 പേര്. 50 പേര്. 6,3550 പേര്. അന്നേരം ആരെല്ലാം അതിനകത്ത് വന്നിട്ടില്ല? ലേവ്യർ വന്നിട്ടില്ല, സ്ത്രീകൾ വന്നിട്ടില്ല, കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല, 20 വയസ്സ് താഴോട്ടുള്ള ആൾക്കാർ വന്നില്ല. അങ്ങനെയെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന 6 ലക്ഷം പേരൊന്നും അല്ല കേട്ടോ. കണക്കാക്കുന്ന ഏകദേശം 30-ലധികം ലക്ഷം ആൾക്കാർ കാണും. ഇവിടെ യുദ്ധത്തിന് തയ്യാറായി അല്ലെങ്കിൽ യുദ്ധം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 6 ലക്ഷം പേര്. അതും 6 ലക്ഷം കൃത്യമല്ല കേട്ടോ, 6,3550 പേര്. 6,3550 പേര്. 1-ാമത്തെ അധ്യായത്തില് അവരുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ആദ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് എന്താണ്? ഇസ്രായേലിനെ മരുഭൂമിയിൽ ഒരു സൈന്യമാക്കി ദൈവം ഒരുക്കി. ഇസ്രായേലിനെ മരുഭൂമിയിൽ ഒരു സൈന്യത്തെ പോലെ ദൈവം ഒരുക്കി. അവർ മരുഭൂമിയിൽ ആരായിട്ടല്ല, അടിമയായിട്ടല്ല, ദൈവത്തെ സ്വാതന്ത്ര്യത്തിൽ ആരാധിക്കുന്ന മക്കളായിട്ടാണ്. ദൈവം നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം കൊടുത്തു. അതിനുശേഷം ദൈവം അവരെ ഒരു സൈന്യത്തെ പോലെ ഒരുക്കി. അത് വലിയൊരു കാര്യമാണ്. അതാണ് 1-ാമത്തെ ഒരുക്കം. ഇസ്രായേൽ ജനത്തെ ദൈവം ഒരു സൈന്യത്തെ പോലെ മരുഭൂമിയിൽ സീനായിയുടെ സമീപത്ത് വെച്ച് ഒരുക്കി. അവരുടെ സംഖ്യയാണ് 6,3550 പേര്. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ കാണുകയാണ് ഇസ്രായേൽ ജനം എങ്ങനെയാണ് മാർച്ച് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവര് ഒരു സൈന്യം പോലെയാണ്. നമ്മൾ പോകുന്ന പോലെ അല്ല കേട്ടോ. നമ്മൾ എവിടെയും പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ പോകുന്നതും ഇസ്രായേൽ ഒരു സൈന്യം യാത്ര ചെയ്യുന്നതും സാധാരണക്കാരൻ യാത്ര ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ അവിടെ വഴിയിലൊക്കെ അല്പം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സൈന്യം അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് അല്ല.
അവർക്കൊരു അതിനെല്ലാം ഒരു കൃത്യതയുണ്ട്, ഒരു ഓർഡറുണ്ട്. ദൈവം ഇവർക്ക് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് എങ്ങനെ യാത്ര ചെയ്യണമെന്ന്. ആ ഓർഡറിനെ കുറിച്ചാണ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ദൈവം ഇസ്രായേൽ കൊടുത്ത ഓർഡർ, യാത്ര ചെയ്യേണ്ട ഓർഡറും ഇവർ താമസിക്കേണ്ട ഓർഡറും. ഇവർക്ക് എവിടെയും പോയി താമസിക്കാൻ പറ്റത്തില്ല. ഇവരെവിടെ താമസിക്കണം, എങ്ങനെ യാത്ര ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പാണ് 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. എന്തെല്ലാമാണ്? എങ്ങനെയാണ് അവര് മരുഭൂമി യാത്ര ചെയ്യേണ്ടത്, എങ്ങനെ അവർ മരുഭൂമിയിൽ താമസിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. അവരെവിടെ യാത്ര ചെയ്ത് പോയാലും ആദ്യം മേഘത്തെ ആശ്രയിച്ചാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇസ്രായേൽ ജനത്തോട് കൂടെ ഉണ്ടായിരുന്നു. മേഘം എവിടെ നിൽക്കുന്നോ ആ സ്ഥലത്ത് അവർ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ട കാര്യം സമാഗമന കൂടാരം അവർ അടിക്കണം. സമാഗമന കൂടാരം അവർ സെറ്റ് ചെയ്യണം. സമാഗമന കൂടാരത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് അത് വഹിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കും. എന്നാൽ മന്ദിരമോ ഇല്ല. നമുക്ക് ഈ സഭ അല്ലെങ്കിൽ സഭാ പോലെ ഇവിടുന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല. ടെന്റാണെങ്കിൽ എന്ത് ചെയ്യും? അത് മാറ്റിയെടുക്കുവാൻ സാധിക്കും. സമാഗമന കൂടാരം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ, എടുത്തുകൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ മന്ദിരം അല്ലെങ്കിൽ ടെമ്പിൾ എന്ന് പറയുന്ന, പഴയ നിയമത്തിൽ പറയുന്ന ദൈവാലയം, അതൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടു പോകാൻ സാധിക്കത്തില്ല. ഇവിടെ പറയുകയാണ് സമാഗമന കൂടാരം ഏത് സ്ഥലത്ത് അത് അടിക്കണമോ, സമാഗമന കൂടാരം പിച്ച് ചെയ്യണമോ, ആ സ്ഥലത്ത് ആദ്യം അത് എന്ത് ചെയ്യണം? മേഘത്തെ നോക്കും. മേഘം അവിടെ നിന്നിട്ടുണ്ടോ? അതൊരു സൈനാണ്. എന്തിനു വേണ്ടി? ഇവിടാണ് ദൈവത്തിന് ഇഷ്ടം, ഈ സ്ഥലത്ത് അവർ താമസിക്കണം. അതോടൊപ്പം തന്നെ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ടെന്നറിയാം. ഈ സമാഗമന കൂടാരത്തിന്റെ പണി ആരംഭിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാര് അല്ലെങ്കിൽ അഹരോൻ കിഴക്കേ വശത്തും, ആ മിരാരി, കൊഹാത്ത്, ഗർശോൻ, ഈ 3 പേരാണ് ലേവിയുടെ മക്കള്. മിരാരി, കൊഹാത്ത്, തലമുറ ഭാഗങ്ങളിൽ താമസിക്കണം. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. പറയുകയാണ്, ഒന്നുകൂടെ നമ്മള് പറയുകയാണ്, അവര് മരുഭൂമിയിലെ യാത്രയ്ക്ക് വേണ്ടുന്നതായ ക്രമീകരണത്തെ കുറിച്ചാണ് 2-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അവരെങ്ങനെ യാത്ര ചെയ്യണം, എങ്ങനെ മരുഭൂമിയിൽ താമസിക്കണം. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാൻ പറ്റത്തില്ല. ആദ്യം മേഘത്തെ ആശ്രയിച്ചാണ് അവരുടെ യാത്ര. മേഘം എവിടെ നിൽക്കുന്നോ ആ സ്ഥലത്ത് അവർ ആദ്യം എന്ത് ചെയ്യണം? സമാഗമന കൂടാരം അവിടെ അടിക്കണം, അല്ലെങ്കിൽ അവിടെ പിച്ച് ചെയ്യണം. അതിനുശേഷമായിട്ട് കിഴക്ക് വശത്തെ അഹരോനും കുടുംബവും താമസിക്കണം. വടക്ക്, പടിഞ്ഞാറ്, തെക്ക് ഗർശോൻ, മിരാരി, കൊഹാത്ത് എന്നിവരുടെ മക്കൾ പാർക്കണം. എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിന്റെ പെട്ടെന്ന് ചുറ്റും ആര് പാർക്കണം? ലേവ്യർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലമാണ്. ലേവ്യർ ഇവിടെ പാർക്കണം സമാഗമന കൂടാരത്തിന്റെ ചുറ്റും. കിഴക്ക് വശത്ത് ആര് പാർക്കണം? അഹരോനും കുടുംബവും. പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ഭാഗങ്ങളിൽ ഗർശോൻ, മിരാരി, കൊഹാത്ത് എന്ന് പറയുന്ന ലേവ്യരുടെ 3 മക്കളുടെ തലമുറകൾ പാർക്കണം. അതാണ് അവര് താമസിക്കേണ്ട രീതി. അതോടൊപ്പം തന്നെ അതിനുശേഷം അടുത്ത ഒരു ഭാഗമുണ്ട്. കിഴക്ക് വശത്ത്, വടക്ക് വശത്ത്, പടിഞ്ഞാറ്, തെക്ക് വശത്തായിട്ട് 3 വംശങ്ങൾ അല്ലെങ്കിൽ 3 ഗോത്രങ്ങൾ വീതം പാർക്കണം. അങ്ങനെയാണ് 12 ഗോത്രങ്ങൾ സമാഗമന കൂടാരത്തിന്റെ ചുറ്റും പാർക്കുന്നത്. 3 ഗോത്രങ്ങൾ പടിഞ്ഞാറ് വശത്ത്, 3 ഗോത്രങ്ങൾ വടക്ക് വശത്ത്, 3 ഗോത്രങ്ങൾ തെക്ക് വശത്ത്, 3 ഗോത്രങ്ങൾ കിഴക്ക് വശത്ത്. ഇങ്ങനെ 3 ഗോത്രങ്ങൾ, 12 ഗോത്രങ്ങൾ സമാഗമന കൂടാരത്തിന്റെ ചുറ്റുമായി പാർക്കണം. അതാണ് ദൈവം കൊടുത്ത ഒരു നിയമം. അതിനെ കുറിച്ചാണ് 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ
അതാണ് ഇസ്രായേലിന്റെ പാളയം, ഇസ്രായേൽ ജനത്തിന്റെ പാളയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ എവിടെ എങ്ങനെ പാർക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണമാണ് 2-ാമത്തെ അധ്യായത്തിൽ. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അവർ യാത്ര ചെയ്യേണ്ടത്. അടുത്തത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ആദ്യം തന്നെ അവരുടെ യാത്രയിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ചുമതലപ്പെട്ടവരെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമലിലേക്ക് അവരെന്ത് ചെയ്യണം? പുറപ്പെടാം. അതാണ് ആദ്യമായിട്ട് അവർ യാത്ര ചെയ്യുക. ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമലിൽ ഏറ്റി വേണം യാത്ര ചെയ്യുവാൻ. നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫെലിസ്ത്യർ എന്ത് ചെയ്യുന്നറിയാം? ദൈവത്തിന്റെ നിയമപ്പെട്ടകം കാളവണ്ടിയെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ നിയമപ്പെട്ടകം അവരെ എന്ത് ചെയ്തു? കാളവണ്ടിയെ കൊണ്ടുവന്നു. അത് വ്യവസ്ഥയുണ്ടോ? വ്യവസ്ഥയില്ലാത്ത കാര്യമാണത്. ദൈവത്തിന്റെ നിയമപ്പെട്ടകം എന്ത് ചെയ്യണം? ചുമതലപ്പെട്ടവര് അവരെ ചുമലിൽ വഹിക്കേണ്ടതാണ്. അത് ദൈവത്തിന്റെ നിയമമാണ്. ഫെലിസ്ത്യരോട് ദൈവം കോപിച്ചില്ല. കാരണം ദൈവം അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ദൈവം അവരോട് കോപിച്ചില്ല. എന്നാൽ വ്യവസ്ഥ അറിയാവുന്നവർ എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ അതനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. ആദ്യമായിട്ട് അവർ യാത്രയിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ചുമതലപ്പെട്ടവർ പുരോഹിതന്മാർ ലേവ്യരെ നിയമപ്പെട്ടകം ചുമലിലെ അത് അവർ മുമ്പായി യാത്ര ചെയ്യും. അതുവരെയും നിയമപ്പെട്ടകം എവിടാണ്? സമാഗമന കൂടാരത്തിന്റെ ഉള്ളിലാണ്, അതിവിശുദ്ധ സ്ഥലത്താണ്. അവിടെ നിന്ന് പുരോഹിതൻ ചുമതലപ്പെട്ട ലേവ്യരെ അതിനെ അവരെ ചുമലിലേറ്റി അവരെ യാത്രയ്ക്ക് ആദ്യമായി മുന്നായിട്ട് പോകണം. അതിന് ശേഷമായിട്ടാണ് 3 ഗോത്രങ്ങൾ അതിന് പുറകിൽ. അതും ഏറ്റവും അടുത്തല്ല കേട്ടോ. അതിന് നിയമങ്ങളൊക്കെ ഉണ്ട്. എത്ര അടി ദൂരത്തിൽ നിന്ന് വേണം യാത്ര ചെയ്യേണ്ടത്. അല്ല നമ്മൾ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ദൈവത്തിന് എല്ലാത്തിനും എന്തുണ്ട്? നിയമങ്ങൾ. ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് മോശ എവിടോട്ട് കൊണ്ടുപോയത്? 40 ദിവസം വെറുതെ ഉപവസിക്കാൻ വേണ്ടിയല്ല. 40 ദിവസം എന്തിനു വേണ്ടിയാണ്? ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ കാണിച്ചു തരും, ഇതനുസരിച്ച് വേണം നീ കാര്യങ്ങളൊക്കെയും ചെയ്യാൻ വേണ്ടി. പുറപ്പാട് പുസ്തകം 25-9-10 വാക്യങ്ങളില്. അതിനുശേഷം ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് മോശ ഇവിടോട്ടെ വന്ന് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഇടയായിത്തീർന്നത്. അതിനുശേഷം 3 ഗോത്രങ്ങൾ സമാഗമന കൂടാരത്തിന്റെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ പുറകിലായിട്ട് 3 ഗോത്രങ്ങൾ. അതിനുശേഷം പിന്നെയും അടുത്ത 3 ഗോത്രങ്ങളും ആദ്യം നിൽക്കുന്ന ഗോത്രങ്ങളും തമ്മിൽ വലിയൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ സ്ഥലത്താണ് സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങൾ വഹിക്കുന്ന ഒരുപറ്റം ആൾക്കാർ. ദൈവത്തിന് സ്തോത്രം. സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങൾ വഹിക്കുന്ന ഒരുപറ്റം ലേവ്യര് ഈ ഉപകരണങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നത് കേട്ടോ. സമാഗമന കൂടാരത്തിൽ എത്ര പേരെ ജോലി ചെയ്യുന്നറിയാമോ? ഒന്ന് 4-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കിക്കേ. സംഖ്യാപുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, സമാഗമന കൂടാരത്തിൽ ജോലി ചെയ്യുന്ന 1-2 ആൾക്കാരല്ലെന്ന്. അതിന്റെ 47-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിന്റെ സേവയും ചുമട്ടുവേലയും ചെയ്യുന്നവർ പ്രവേശിച്ചവർ ആകെ 8580 പേർ. എത്ര പേരാണ്? 8580 പേര്. നമ്മുടെ സൗകര്യം അത്രയും ആൾക്കാർ ഒരു സെന്ററിൽ പോലും അത്ര ആൾക്കാരില്ല. അത്രയും ആൾക്കാരാണ് സമാഗമന കൂടാരത്തില് വേല ചെയ്യുന്നവർ. അവരാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണയായിട്ട് സമാഗമന കൂടാരം എന്നൊക്കെ വിചാരിച്ച ചെറിയൊരു ഇതായിട്ടാണ്. അല്ല കേട്ടോ. ഓർക്കണം, കുറഞ്ഞത് 30 ലക്ഷം പേരുടെ ആരാധന സ്ഥലമാണ്. അത്രയും വലുപ്പമൊന്നുള്ളതല്ല. അത്രയും ആൾക്കാർക്ക് ആരാധനയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. നമുക്ക് തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യാം. അത്രയോ ഇതായിരിക്കാം.
രണ്ടാമത്തെ അധ്യായത്തിൽ പറയുകയാണ് എങ്ങനെയാണ് അവര് താമസിക്കേണ്ടത്, പാളയം ഇറങ്ങേണ്ടത്. രണ്ടാമത് എങ്ങനെയാണ് അവർ മരുഭൂമിയിൽ യാത്ര ചെയ്യേണ്ടത്. ആദ്യമേ നിയമപെട്ടകവുമായിട്ട് ഒരു വട്ടം ലേവ്യർ അല്ലെങ്കിൽ പുരോഹിതന്മാർ, അതിന്റെ പിന്നാലെ 3 ഗോത്രങ്ങൾ. ആ നിരയും രണ്ടാമത്തെ നിരയും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. ആ സ്ഥലത്താണ് സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങൾ വഹിച്ചുകൊണ്ട് ഒരു പറ്റം ആൾക്കാർ ലേവ്യര് പോകുന്നത്. അതിനുശേഷമായി 3-ാമത്തെ നിര, 2ഉം 3ഉം നിരയ്ക്ക് മധ്യത്തിലായിട്ട് മറ്റൊരു പറ്റം ലേവ്യരുണ്ട് കേട്ടോ. അവരാണ് സമാഗമന കൂടാരത്തിന്റെ കപ്ലനും അതുപോലെ തന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പില്ലറും ഒക്കെ കാര്യം ചെയ്യുന്നത്. പറഞ്ഞാൽ അത്ര മാത്രം കഠിനമായ ജോലികൾ ചെയ്തുകൊണ്ടാണ് അവരെ മരുഭൂ യാത്ര കഴിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അനേക ജോലിക്കാരുണ്ട്, അവർക്കൊന്നും കഠിനമായി തോന്നത്തില്ല. ഞാൻ പറയുകയാണ്, എല്ലാവർക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 4-ാമത്തെ റോ. 3-നും 4-നും ഇടയ്ക്ക് ആൾക്കാരില്ല. ആ 3 ഗോത്രങ്ങൾ മാത്രം. അതിനുശേഷമായിട്ട് 4-ാമത്തെ ഗോത്രം. ഇങ്ങനെയാണ് അവർ മരുഭൂ യാത്രയില് കടന്നു പോകണ്ടേ. അവരെങ്ങനെ താമസിക്കണം, എങ്ങനെ ആയിരിക്കണം അവരുടെ യാത്ര ക്രമീകരണങ്ങൾ എന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് 2-ാമത്തെ. ആണ് 2-ാമത്തെ തയ്യാറെടുപ്പ്. എന്താണ്? മരുഭൂമിയിൽ താമസിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പും അല്ലെങ്കിൽ പാളയം ഇറക്കുവാനുള്ള തയ്യാറെടുപ്പും അവരുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ അതല്പം നമ്മുടെ മനസ്സിലൊന്ന് വെക്കുക. അതിനുശേഷമായിട്ട് 3-4 അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 3-4 അധ്യായങ്ങളുടെ തയ്യാറെടുപ്പ് ലേവ്യരുടെ തയ്യാറെടുപ്പാണ്. ലേവ്യരുടെ തയ്യാറെടുപ്പാണ്. ലേവ്യരെ നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ കണ്ടു. ദൈവം 20 വയസ്സിന് മേലോട്ടുള്ള പുരുഷന്മാരെ സൈന്യത്തിലെ പ്രവേശനത്തിന് വേണ്ടി ഒരുക്കിയതായിട്ട് അല്ലെങ്കിൽ അവരെ എണ്ണിയതായിട്ട്. അതാണ് 6,3550. എന്നാൽ 3-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ലേവ്യരെ മാത്രം എണ്ണുകയാണ്. അതിന്റെ 22-ാമത്തെ വാക്യത്തില് ഇവിടെ കാണുന്നുണ്ട്, അവർ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളുടെ സംഖ്യ എണ്ണപ്പെട്ടവരുടെ ആകത്തുക 7,000. മൊത്തത്തിൽ ഒരു സംഖ്യ പറയുന്നുണ്ട്, 20,000. സംഖ്യ പറയുന്നുണ്ട്. ഇവിടെ 39-ാമത്തെ വാക്യം. മോശയും അഹരോനും യഹോവയുടെ വചനപ്രകാരം കുടുംബമായി എണ്ണിയ ലേവ്യരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളാകെ 20,000. 3-ാമത്തെ അധ്യായത്തിൽ കാണുകയാണ് ലേവ്യരെ എണ്ണുകയാണ്. ലേവ്യ പുരുഷന്മാരെ എണ്ണുകയാണ്, അല്ലെങ്കിൽ ആൺകുഞ്ഞുങ്ങളെ എണ്ണുകയാണ്. അവരെ എണ്ണുന്ന സമയത്ത് 1-ാം മാസം മുതലാണ് എണ്ണുന്നത്. അവരെ 1-ാം മാസം മുതൽ എണ്ണി അവരെ എണ്ണം എത്രയാണ്? 20,000. ഇവര് ആദ്യത്തെ ലിസ്റ്റിലുണ്ടോ? ഇവർ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ലിസ്റ്റിലുണ്ടോ? ഇല്ല. ഇത് വേറെയാണ്. ഇവരെ വേറെയാണ് എണ്ണുന്നത്. 20,000 പേരെ ഇവിടെ എണ്ണുന്നു. നമ്മളിനി നോക്കാൻ പോവുകയാണ് തയ്യാറെടുപ്പിന്റെ 3-ാം ഭാഗം. 1-ാമത്തെ അധ്യായത്തിൽ യുദ്ധത്തിന് വേണ്ടി അവരെ തയ്യാറാക്കി. 2-ാമത്തേത് എങ്ങനെയാണ് മരുഭൂമിയിൽ താമസിക്കേണ്ടത്, എങ്ങനെയാണ് മരുഭൂമിയിൽ അവർ യാത്ര ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പ്. 3-4 അധ്യായങ്ങളിൽ ലേവ്യരുടെ തയ്യാറെടുപ്പാണ്. അവിടെ പറയുന്നുണ്ട് ലേവ്യരുടേതായിരിക്കുന്ന ആ ചുമതലകളെ അവരെ എണ്ണുന്നു. അവരുടെ സംഖ്യ എത്രയാണ്? 20,000 പേരെ എണ്ണുന്നുണ്ട്. അവരുടെ ചുമതല 3-ാമത്തെ അധ്യായത്തിൽ അവരെ എണ്ണുന്നു. അവർ 20,000. എന്താ 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഓരോരുത്തരുടെയും ചുമതല. അവിടെ പറയുന്നത് കൊഹാത്യർ, അതിനുശേഷമായിട്ട് ഗർശോൻ,
പിന്നെ മിരാര്യ, ഇവർക്ക് ഓരോരുത്തർക്കും ചുമതലയുണ്ട്. ഈ 3 പേരാരാണ്? ലേവിയുടെ മക്കളാണ്. ഈ 3 മക്കൾക്കും എന്തുണ്ട്? ചുമതലയുണ്ട്. എല്ലാവരും പുരോഹിതരല്ല. എല്ലാവരും ആരല്ല? ലേവിയർ എല്ലാവരും ആരല്ല? പുരോഹിതരല്ല. ആരാണ് പുരോഹിതരാകുന്നതെന്നറിയോ? ഇവിടെ 4-ന്റെ 1-ാമത്തെ വാക്യം മുതൽ പറയുന്ന കൊഹാത്തിന്റെ മക്കളാണ് പുരോഹിതൻ. ദൈവത്തിനും അഹരോനും കൊഹാത്തിന്റെ മകനായിട്ടാണ് വരുന്നത്. പുരോഹിതൻ ഏത് ഭവനത്തിൽ നിന്നാണ്? കൊഹാത്യർ, കഹാത്യർ അല്ലേ? കഹാത്യർ. കഹാത്യരാണ് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച. മറ്റുള്ളവരോ അവര് ലേവ്യരാണ്. അവര് ശുശ്രൂഷ പുരോഹിതനല്ല. നമ്മളിപ്പം 84-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 84 അതവിടെ പറയുന്ന തലക്കെട്ട് പറയുന്നു എന്നിങ്ങനെയാണ്. അതിന്റെ 84-ാമത്തെ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആരുടെ മക്കളാണ് അതിന്റെ തലക്കെട്ട്? കോരപുത്രന്മാർ അല്ലേ? കോരപുത്രന്മാർ. കോരഹ് ലേവ്യരിൽപ്പെട്ട ഒരാളാണ്. എന്നാൽ പുരോഹിതനല്ലായിരുന്നു. അന്നേരം ഇവരുടെ ജോലി എന്താണെന്ന് അറിയാം? ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഗുരുദാസിൽ തന്നെ പറയാം, ദൈവത്തിന്റെ ആലയത്തിന്റെ കാവൽക്കാരൻ. അത് വായിച്ച വാക്യം 84-ാമത്തെ സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യം. നിന്റെ ആലയത്തിലെ വാതിൽ കാവൽക്കാരൻ. അതെത്രാമത്തെ വാക്യം? 19-ാമത്തെ വാക്യം. നിന്റെ ആലയത്തിലെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഇഷ്ടം. ഇദ്ദേഹം പുരോഹിതനാണോ? അല്ല. എന്നാൽ ലേവ്യനാണ്. എല്ലാ ലേവ്യരും ആരല്ല? പുരോഹിതനല്ല. ദൈവാലയത്തിലെ ഏതെങ്കിലും ഒരു ചുമതലയുണ്ട്. ഇവിടെ പരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമായിട്ടാണ് 84-ാമത്തെ സങ്കീർത്തനത്തെ കാണുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, നിന്റെ ആലയത്തിലെ വാതിൽ കാവൽക്കാരൻ ആർക്ക് എനിക്ക് ഏറെ ഇഷ്ടം. എന്നിട്ട് അവൻ ആരല്ല? പുരോഹിതനല്ല. എന്നാലും അവന്റെ ജോലി എന്താണ്? ദൈവാലയത്തിൽ തന്നെയാണ്, ശുശ്രൂഷയാണ്. പക്ഷെ പുരോഹിതൻ എന്ന് പറയുന്ന ശുശ്രൂഷയാണ്. എന്നിട്ട് നമ്മൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ലേവിയുടെ 3 പുത്രന്മാരുടെ ശുശ്രൂഷ അവരെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. കൊഹാത്തിന്റെ ശുശ്രൂഷ എന്ത്? കഹാത്തിന്റെ ശുശ്രൂഷ എന്ത്? ഗർഷന്റെ ശുശ്രൂഷ എന്ത്? മിരാരിയുടെ അല്ലെങ്കിൽ മിരാരിയുടെ മക്കളുടെ ശുശ്രൂഷ എന്തെന്നുള്ളതിനെ കുറിച്ചൊരു വിശദീകരണമാണ് 4-ാമത്തെ അധ്യായത്തിൽ. 3-ാമത്തെ അധ്യായത്തിൽ ലേവ്യരെ എണ്ണുന്നു, ഏകദേശം 20,000 പേർ. 4-ാമത്തെ അധ്യായത്തില് ലേവിയുടെ മക്കളുടെ ശുശ്രൂഷകൾ. അവരെല്ലാവരും ആരല്ല? പുരോഹിതരല്ല. എങ്കിലും ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഉണ്ട്. അവരുടെ സംഖ്യയാണ് ഇവിടെ പറയുന്നത്. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സമയത്ത് ദൈവാലയത്തിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരുടെ സംഖ്യയാണ് 8,580 പേർ. 8,580 പേർ. ഇനി നമ്മള് 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മള് തിരികെയാണ്. 5-ാമത്തെ അധ്യായത്തിലെ മറ്റൊരു പ്രത്യേകത, ഇതെല്ലാം അവർ ഒരുക്കുക കേട്ടോ. മരുഭൂമി യാത്രയ്ക്ക് വേണ്ടി ഒരുക്കാണ്. മരുഭൂമിയിലാണ് താമസിക്കുന്നത്. ഇവിടെ സീനായിൽ നിന്ന് അവർക്ക് താമസിക്കാൻ പറ്റുമോ? ഇല്ല. സീനായിൽ പാർക്കാൻ പോയാൽ കനാൻ നാട്ടിൽ പ്രവേശിക്കത്തില്ല. ഇവര് വീണ്ടും ചെയ്യണം, യാത്ര ചെയ്യണം. യാത്രയ്ക്ക് മുമ്പായിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്രയ്ക്ക് മുമ്പായിട്ടുള്ള ഒരുക്കങ്ങൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവര് ഓരോ സ്ഥലത്ത് ഇവര് താമസിക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 42 സ്ഥലങ്ങളില് മിസ്രൈം മുതൽ കനാൻ വരെയുള്ള ദേശങ്ങളിൽ അവർ പാർത്തു. എത്ര? 40-ലോ 42. 40-നും 42-നും ഇടയ്ക്ക് സ്ഥലത്ത് ഇവരെത്തി വരും. മിസ്രൈം മുതല് കനാനിൽ ചെല്ലുന്നത് ആ സമയം വരെ അവർ പാർത്തു.
ഈ സമയത്തെല്ലാം ഇവര് സ്വന്തമായി ഓരോരോ കൂടാരമല്ലാത്ത ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെ നിലനിർത്തിയ ഒരു പ്രത്യേകതയായി ഇവർക്കുണ്ട് കേട്ടോ. ഇവരെ നിലനിർത്തിയ ആ നിലനിൽപ്പിന്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ ശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി. ദൈവത്തിന് സ്തോത്രം. പാളയത്തിൽ പാർക്കുവാൻ വേണ്ടി ദൈവം ആവശ്യപ്പെട്ട എന്താണ്? വിശുദ്ധി. ആരെങ്കിലും പാളയത്തിൽ പാർക്കുമ്പോൾ അശുദ്ധമായി ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവർ എന്ത് ചെയ്യുമായിരുന്നു? ശിക്ഷയ്ക്ക് അർഹരായിരുന്നു. അതാണ് 5-ാമത്തെ അധ്യായത്തിൽ പാളയത്തിൽ പാർക്കുമ്പോഴും മൽഫു യാത്രയിലും അവരെന്ത് ചെയ്യണം? വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. അതാണ് 5-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒത്തിരി കാര്യങ്ങൾ, നിയമങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് പറയണം. അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അതിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം കനാന്റെ ദോഷം എന്താണ്? കനാൻ ദേശം നല്ലതായിരുന്നെങ്കിലും അവിടെ പാർത്തതായ ജനം എന്താണ്? അവർ അശുദ്ധിയിൽ ജീവിക്കുന്ന ജനമാണ്. അശുദ്ധിക്ക് വളരെ മുൻതൂക്കം കൊടുക്കുന്ന ജനമാണ് കനാൻ ദേശത്ത് പാർക്കുന്നത്. അതുകൊണ്ടാണ് അവരെ അവിടുന്ന് മാറ്റി ദൈവം ഈ വിശുദ്ധ ജനത്തെ ആ ദേശത്തിലേക്ക് അയക്കുന്നത്. മൽഫു യാത്രയിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പാഠം എന്താണ്? വിശുദ്ധിക്കുള്ള പ്രാധാന്യം. ദൈവത്തിന് സ്തോത്രം. അവരെ അശുദ്ധിയിലേക്ക് മനം തിരിയരുത്. ദൈവത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളും വളരെ ശുഷ്കാന്തിയോടുകൂടി കാത്തുകൊള്ളണം എന്നുള്ള വലിയൊരു ആഹ്വാനമാണ് 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതൊരു പ്രിപ്പറേഷൻ, ആ ഒരു ഒരുക്കമാണ്. ഇവരെല്ലാം സീനായിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇവരോട് പറയാണ്, വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ മൽഫു യാത്ര കഴിക്കുവാൻ സാധിക്കത്തുള്ളൂ. അത് നമ്മളോടുള്ള ഉപദേശം കൂടെ ആയല്ലേ? ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമായിട്ട് 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. 6-ാമത്തെ അധ്യായം ഇവിടെ പറയുന്ന നാസീർ വ്രതത്തെ കുറിച്ചാണ്. എന്താണ് ഈ നാസീർ വ്രതം? നാസീർ വ്രതം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ പ്രതിജ്ഞയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു പ്രതിജ്ഞ, അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ ചെയ്തോളാം, ഒരു ദിവസം എടുക്കുന്ന തീരുമാനമാണ് നാസീർ വ്രതം. ഒരു നേർച്ച പോലെ ഇസ്രായേൽ ജനത്തിന് നാസീർ വ്രതം എന്ന് പറയുന്ന ഒരു, നമുക്ക് വേണമെങ്കിൽ നേർച്ച എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അതാണ് ഏറ്റവും എളുപ്പം മനസ്സിലാക്കുന്നത്. നാസീർ വ്രതം, അതിനെക്കുറിച്ച് ഒരു പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. 2 തരത്തിലുള്ള നാസീർ ഒരു പ്രത്യേക സമയത്ത് താൽക്കാലികമായി ഒരു വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട്, താൽക്കാലികമായിട്ട്. എന്നാൽ ചിലര് ജീവിതകാലം മുഴുവൻ നാസീർ വ്രതക്കാരായിരിക്കും. 2 തരത്തിലുള്ള നാസീർ വ്രതം എടുക്കുന്ന ആൾക്കാർ ഉണ്ട്. ഒന്ന് ചില ഒരു കാലഘട്ടത്തിലേക്ക്, 2 സ്ഥിരമായി നാസീർ വ്രതത്തിലുള്ള ആൾക്കാരുടെ പേരുകൾ നമുക്ക് വേണേൽ അറിയാം. ഒന്ന് ശമൂവേൽ, യോഹന്നാൻ സ്നാപകൻ, അതോടൊപ്പം തന്നെ ശിംശോൻ അതിനുവേണ്ടി വേർതിരിയപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ എന്ത് ചെയ്തെന്നറിയോ? താൻ അതിൽ നിന്ന് പിന്മാറി. പല വ്യക്തികളും സ്ഥിരമായി നാസീർ വ്രതത്തിലെ അംഗങ്ങളുണ്ട്. എന്നാൽ ചിലര് ഒരു പ്രത്യേക സമയത്ത് മാത്രം. 2 തരത്തിലുള്ള നാസീർ വ്രതം. എന്താണ് നാസീർ വ്രതം? അവരെ ദൈവസ്ഥലിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. അവിശുദ്ധിയിൽ ജീവിക്കാം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്നാൽ ഇവർക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങള് അത് തെറ്റിച്ചാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്രതത്തിൽ നിന്ന് വെളിയിൽ പോവുകയാണ്. ആ നിയമം തെറ്റിച്ചാൽ അതിന്റെ വെളിയിൽ അവരെ പോവുകയാണ്. ഒന്നാമത്, ഈ നാസീർ വ്രതം ഉപയോഗിക്കുന്ന ആൾക്കാരെ വീഞ്ഞും അതിൻ്റെ ആയിരിക്കുന്ന ഒരു ഫലം ഉപയോഗിക്കരുത്. വീഞ്ഞ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ
മുന്തിരി വീഞ്ഞും ഒന്നും ഉപയോഗിക്കരുത്. അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. 2, ചത്ത ഒന്നിനെ അവർ തൊടുകയോ അതുമായിട്ട് സംസർഗം പാടില്ല. 3-മതായി തലമുടി ക്ഷൗരം ചെയ്യരുത്, കട്ട് ചെയ്യരുത്. ഈ 3 നിയമങ്ങളും നാസിർ വ്രതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ചിലർ പറയും യേശു ക്രിസ്തു നാസിർ വ്രതക്കാരൻ. അല്ല കേട്ടോ, യേശു ക്രിസ്തു നസ്രേത്തുകാരനാണ്. നാസിർ വ്രതക്കാരനല്ല, നസ്രേത്തുകാരനാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നാസിർ വ്രതവും നസ്രേത്തും രണ്ടാണ്. നസ്രേത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്. നാസിർ വ്രതം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ട് ദൈവസേനയിൽ എടുക്കുന്ന ഒരു പ്രതിജ്ഞ, ഒരു നിയമം, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയാൻ വേണമെങ്കിൽ ഒരു തീരുമാനം. 2 തരത്തിലുള്ള നാസിർ വ്രതക്കാരുണ്ട്. ഒന്ന് പെർമനന്റ് ആയിട്ട് ജീവിതകാലം മുഴുവനും. യോഹന്നാൻ സ്നാപകന്റെ ഒരാളാണ്, ശമൂവേൽ പ്രവാചകൻ അതിന്റെ ഒരാളാണ്, ശിംശോൻ അതിന്റെ ഒരു ആളാണ്. എന്നാൽ യേശുക്രിസ്തു ആരല്ല, നാസിർ വ്രതത്തിന്റെ ആള് അല്ല. അങ്ങനെ വചനത്തിൽ പറയുന്നില്ല. എന്നാൽ നസ്രേത്തുകാരനാണ്, നാസിർ വ്രതക്കാരൻ അല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇതെന്തിനു വേണ്ടിയാണ് പറയാം? ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി ഒരുക്കുന്നതായ ആ കർത്തവ്യമാണ് നാസിർ വ്രതക്കാരൻ ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി ഒരുക്കുക, ദൈവത്തിന്റെ സന്നിധി തീരുമാനമെടുക്കുക, ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക. അത് ഇസ്രായേലിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാര്യമാണ്. അവരോട് പറയാണ് അടുത്തൊരു കാര്യം, മരുഭൂ യാത്രയിൽ ഒരു വേർപെട്ട ജീവിതം ആവശ്യമാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമാണ്. എന്നാൽ ഒരു വേർപെട്ട ജീവിതം എന്ത് ചെയ്യണം, ആവശ്യമാണ് എന്നുള്ളതിന്റെ ഒരു പഠിപ്പിക്കലാണ്. അതോടൊപ്പം തന്നെ നമ്മള് അതിന്റെ 6-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ 27 വരെ ഉള്ള വാക്യങ്ങളാണ് പഴയ നിയമത്തിൽ ആശീർവാദം. പഴയ നിയമത്തിൽ ആശീർവാദമുണ്ട് കേട്ടോ. ആ അനുഗ്രഹത്തിന്റെ വചനങ്ങൾ അവിടെ പറയുന്നുണ്ട്. 24-ാമത്തെ വാക്യം മുതലാണ് യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിക്കും, നിന്നോട് കൃപയുണ്ടാകണമേ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുവാൻ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇത് പുരോഹിത ആശീർവാദമാണ്. പുരോഹിത ആശീർവാദം. നമ്മള് 6-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് നാസിർ വ്രതത്തെ കുറിച്ചുള്ള നിയമം. 3 തരത്തിലുള്ള ആൾക്കാരാണ് നാസിർ വ്രതത്തിൽ പ്രവേശിക്കുക. ഒന്ന്, മുന്തിരിയും അതിൻ്റെതായിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കരുത്. അത് വൈന് ഒന്നും ഉപയോഗിക്കാൻ അനുവാദമില്ല. 2, അവരെ ചത്ത യാതൊന്നിനെ തൊടുകയോ അതുമായി സംസർഗം പാടില്ല. 3, തലമുടിയുടെ അഗ്രം കട്ട് ചെയ്യരുത്. ഇങ്ങനെയുണ്ടായ നിയമങ്ങൾ അതിന്റെ ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക. ഒരു സമയത്തേക്കോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ദൈവത്തിന് വേണ്ടി വേർതിരുന്ന ഒരു വലിയൊരു പഠിപ്പിക്കലാണ്. ഇസ്രായേലിന് ഇത് ഇങ്ങനെ ഒരു കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. മരുഭൂമി വെച്ച് മോശ പറയുകയാണ്, ദൈവത്തിന് ഇഷ്ടമുണ്ട ഒരു കാര്യമാണ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക. അത് അല്പസമയത്തേക്കായിക്കൊള്ളട്ടെ, 10 സമയത്തേക്കായിക്കോട്ടെ, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്നും അവിടെ പറയുന്നുണ്ട്. അതിനുശേഷമായിട്ട് നമ്മള് 27-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. 7ഉം 8ഉം അധ്യായങ്ങളാണ്. 7-ാമത്തെ അധ്യായത്തിലേക്ക് ആദ്യം നമ്മൾ കടന്നു പോവുകയാണ്. ഇവിടെ കാണുകയാണ് 7-ാമത്തെ അധ്യായത്തില് 12 ഗോത്രത്തിലെ നേതാക്കന്മാർ, തലവന്മാർ, ഗോത്ര തലവന്മാരെ ദൈവാലയത്തിലെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലേക്ക് അവരുടേതായിരിക്കുന്ന അല്ലെങ്കിൽ നേർച്ചകളെ അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അവരെന്താണ് വഴിപാടുകൾ കൊണ്ടുവരികയാണ്. ഇത് യാഗമല്ല, ദൈവസന്നിധിയിലേക്ക് വഴിപാടുകൾ അല്ലെങ്കിൽ എന്താണ് ദൈവസന്നിധിയിലേക്ക് അവർക്ക് എന്തെല്ലാം കൊടുക്കാൻ താല്പര്യം അതെല്ലാം കൊണ്ടുവരികയാണ്. 2 ലീഡർമാർ, 2 ഗോത്രങ്ങളുടെ ലീഡർമാർ ഒരു കാളവണ്ടി നിറച്ച് സാധനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ യാത്രാ സൗകര്യങ്ങളുടെ ഭാഗമാണ്.
അത്രയും മാത്രം സാധനം മരുഭൂമിയിൽ എന്ത് കാണാൻ ഓരോ ഗോത്രത്തിനും ഓരോ വർഗത്തിന്റെയും ലീഡർമാരെ കൊണ്ടുവരികയാണ്. 7-ാം അധ്യായത്തിന്റെ ഒരു പ്രത്യേകത അറിയാം. ഈ 7 വാക്യങ്ങളുണ്ട്. എനിക്കൊന്ന് 80 ഈ എന്തെന്നറിയാം, ഈ തലവന്മാർ ഒരു ദൈവസന്നിധിയിലെ കുറിച്ചുള്ള ഒരു വിവരണമാണ് 8-ാം അധ്യായത്തിൽ 7-ാം വാക്യങ്ങളുള്ളതായ വളരെ വലിയൊരു അതാണ് അവർ യാത്രയ്ക്ക് നേതാക്കന്മാരും എഴുതിയാണ് ഇതിനുവേണ്ടി അറിയാതിരുന്നവരെ ചട്ടങ്ങളും ഒക്കെ കൊടുത്ത് അവർക്ക് അവസരം കൊണ്ടുവന്നു. ആരായിട്ട് അവർ വസ്ത്രം ജീവിതത്തിലേക്ക് അവർക്ക് ഒരു ഒരു പരിപാടി മനസ്സിലായി. പോകാൻ വേണ്ടി 1-10 വരെ ആ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. മാറ്റി അതോടൊപ്പം തന്നെ അവരുടെ ഭൂമിയിലെ ദൈവാലയത്തിൽ വേണ്ടി ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും ദൈവത്തിന് വേണ്ടി സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് ഓരോ ഗോത്രത്തിന്റെ തലവൻ നമ്മളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്.
ആ പ്രാർത്ഥനയോടെ ദിവസം കേൾക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവം കൊടുത്തു. എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം അവർ കുടുംബമായി ആയിരിക്കണമെന്ന് പറഞ്ഞു. കുറിച്ച് അവർക്ക് സ്വന്തമായി കൊടുക്കത്തക്കവണ്ണം ദൈവം അനുസരിച്ച് ജീവിക്കാത്തവരുമായിരുന്നു. ജീവിക്കാൻ തീരുമാനമെടുത്ത ഇസ്രായേൽ ആ ദേശത്തേക്ക് കുടിപാർപ്പിക്കാൻ അതിനനുസരിച്ച് വിശുദ്ധിയോട് ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതായ ദിവ്യകൃപ